ഈ ലോവർ ജോ അല്ലെങ്കിൽ കീഴ്ത്താടിയും പല്ലുകളും കൂടുതൽ ഫ്രണ്ടിലേക്ക് തള്ളി നിൽക്കുന്ന അവസ്ഥയ്ക്കാണ് ക്ലാസ് 3 അല്ലെങ്കിൽ അണ്ടർബൈറ്റ് എന്ന് പറയുന്നത്. ഇത്രയും നാൾ ഇതിന് ഓർത്തോഗ്നാത്തിക് സർജറി ആയിരുന്നു ഇതിനൊരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ഓർത്തോഡോണ്ടിക് ട്രീറ്റ്മെൻറ്റിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള MSC മാക്സിലറി സ്കെലിറ്റൽ എക്സ്പാൻഡർ എന്ന അപ്ലയൻസ്, അതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും നാളും ഓർത്തോഗ്നാത്തിക് സർജറി വേണ്ടിയിരുന്ന ഒട്ടുമിക്ക കേസുകളും ഇന്ന് സർജറി കൂടാതെ തന്നെ, എന്നാൽ സർജറിയുടെ 3-1 എക്സ്പെൻസിലും സർജറിയുടേതായ കോംപ്ലിക്കേഷൻസും ഇല്ലാണ്ട് നമുക്ക് കറക്റ്റ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഐ എം ഡോക്ടർ ജോജോ ജോസഫ് വള്ളമറ്റം, ഡയറക്ടർ വള്ളമറ്റം അഡ്വാൻസ് ഓർത്തോഡോണ്ടിക്സ്. ഇനി നമുക്ക് ഈ ക്ലാസ് 3 കേസുകൾക്ക് ഉണ്ടാകുന്ന പ്രധാന കാരണങ്ങൾ എന്താണെന്ന് നോക്കാം. പ്രധാനമായിട്ടും 3 കാരണം കൊണ്ടാണ് ക്ലാസ് 3 കേസുകൾ ഉണ്ടാകുന്നത്. ഒന്ന്, ലോവർ ജോ നോർമലായിട്ട് വേണ്ടതിനേക്കാളും ഒരു 5 to 6 മില്ലിമീറ്ററോളം അതിൻ്റെ സൈസ് കൂടിക്കഴിഞ്ഞാൽ ക്ലാസ് 3 കേസ് ഇതായിട്ട് കോംപ്ലിക്കേഷനിലേക്ക് വരാം. രണ്ടാമത്, അപ്പർ ജോ ലോവർ ജോ നോർമൽ സൈസ് ആയിരിക്കാം, പക്ഷേ അപ്പർ ജോ തീരെ കൺസ്ട്രക്റ്റഡ് ആയിട്ട് ചുരുങ്ങി അകത്തേക്ക് വലിഞ്ഞു നിൽക്കുന്ന അവസ്ഥയിലും ക്ലാസ് 3 അല്ലെങ്കിൽ അണ്ടർബൈറ്റ് ഫോം ചെയ്യും. മൂന്നാമതായിട്ടുള്ള ഒരു കോമ്പിനേഷൻ, ലോവർ ജോ സ്വല്പം സൈസ് കൂടുതലായിരിക്കും, അതുപോലെ അപ്പർ ജോ തീരെ കൺസ്ട്രക്റ്റഡ് ആയിട്ട് ബാക്കിലേക്ക് വലിഞ്ഞു നിൽക്കുന്ന അവസ്ഥ. ഇതാണ് 3 പ്രധാന കാരണങ്ങൾ ഇതുണ്ടാകാനുള്ളത്. ഇനി ഇതെങ്ങനെയാണ് കറക്റ്റ് ചെയ്യുന്നത് ചോദിച്ചാൽ, ഇങ്ങനെയുള്ള കേസുകളിൽ നമുക്ക് മാക്സിലറി സ്കെലിറ്റൽ എക്സ്പാൻഡർ MSC എന്ന അപ്ലയൻസ് വെച്ച് അപ്പർ ജോനെ നമുക്ക് ഏത് പ്രായത്തിൽ വേണമെങ്കിലും അതിനെ എക്സ്പാൻഡ് ചെയ്ത് അതിൻ്റെ സൈസും വോളിയം കൂട്ടിയെടുക്കാൻ സാധിക്കും. അതിനുശേഷം ഫേസ് മാസ്ക് എന്നുള്ളൊരു അപ്ലയൻസ് വെച്ചിട്ട് അതിലേക്ക് എലാസ്റ്റിക് കണക്ട് ചെയ്ത് അപ്പർ ജോ നമുക്ക് ഫ്രണ്ടിലേക്ക് പുള്ള് ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കും. എന്നാൽ ചില പേഷ്യൻസിൽ ഈ ഫേസ് മാസ്ക് വെയർ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ അപ്പർ ജോ MSC നിന്ന് എലാസ്റ്റിക്സ് ലോവർ ജോയിൽ നമ്മൾ മൈക്രോംപ്ലാന്റിൻ്റെ സഹായത്തോടുള്ള 2 ഹുക്കുകൾ 2 സൈഡിൽ അറ്റാച്ച് ചെയ്യും. അതിലേക്ക് എലാസ്റ്റിക് അറ്റാച്ച് ചെയ്ത് അപ്പർ ജോ നമുക്ക് ഫ്രണ്ടിലേക്ക് പുള്ള് ചെയ്ത് ഈ ക്ലാസ് 3 കറക്ഷൻസ് കറക്റ്റ് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം നമ്മൾ സാധാരണ പോലെ ബ്രേസസ് ട്രീറ്റ്മെൻറ്റ് ഇട്ട് പല്ലിൻ്റെ ടീത്തിൻ്റെ അലൈൻമെൻറ്റ് എല്ലാം കറക്റ്റ് ചെയ്ത് നേരത്തെ സർജറി വേണ്ടിയിരുന്നിരുന്ന ഒരു നല്ല ശതമാനം കേസുകളും, ഒരു 65 to 70% കേസുകളിൽ നിന്ന് സർജറി കൂടാതെ തന്നെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ സാധിക്കും.